പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അതാണ് എനിക്ക് തോന്നുന്നു 80-85 ദിവസം ആയിരിക്കും. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് അതികഠിനമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംഘം CPMൻ്റെ ഈ ഏകാധിപത്യ ഭരണം, ജനവിരുദ്ധ ഭരണം, അഴിമതി ഭരണം, ചീഞ്ഞു നാറിപ്പൂഴ്ത്ത ഈ ഭരണം പോകണം എന്നുള്ള ജനങ്ങളുടെ ഇച്ഛാശക്തിയുടെ ഒരു അടയാളപ്പെടുത്തലാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ 102 സീറ്റിൻ്റെ വിജയം. അല്ലാതെ UDFൻ്റെ ഗുണമോ അല്ലെങ്കിൽ നിലപാടുകളുമായി മുന്നോട്ട് വന്ന നിലപാടുകളുടെ രാജകുമാരനോ ഒന്നും കൊണ്ടൊന്നും അല്ല. അതൊക്കെ ചിലപ്പോൾ 5-10% ചിലപ്പം ഉണ്ടായി ഒന്നുമല്ല. CPM തറ പറ്റിക്കണം, പിണറായി വിജയനെ പാഠം പഠിപ്പിക്കണം. അവരൊറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾ രാവിലെ തന്നെ വന്ന് ചെയ്ത വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 102 സീറ്റും ഈ കോൺഗ്രസിന് 64 സീറ്റും ഉൾപ്പെടെ കിട്ടുന്നത്. മുസ്ലിം ലീഗിൻ്റെ 27 പേര് മത്സരിച്ചതിൽ 24 പേര് ഉൾപ്പെടെ ജയിച്ചത് ഉൾപ്പെടെയുള്ള ഈ വിജയം കിട്ടിയത് അതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വാഭാവികമായും CPMനെ നിഷ്പ്രഭമാക്കി അവരെ അൺസീറ്റ് ചെയ്ത് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ CPMൻ്റെ ദുർഭരണത്തിനെതിരായിട്ട് നടപടികളെടുത്ത് മുന്നേറുന്ന ഒരു സർക്കാരിനെയല്ലേ ജനങ്ങൾ വിഭാവനം ചെയ്തത്. CPM പോകണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? CPMന് അധികാരത്തിൽ ഇരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിരുന്നു. അതിന്മേലെല്ലാം ഒരു തിരുത്തലുണ്ടാവണം എന്ന് ജനങ്ങൾ കരുതി. പക്ഷേ അത് സംഭവിച്ചോ സുഹൃത്തുക്കളെ? കഴിഞ്ഞ 3 മാസത്തെ ഭരണം നമ്മളെടുത്ത് നോക്കി. പിണറായി വിജയൻ്റെ എന്തെങ്കിലും ദുഷ്ചെയ്തികളെ കുറിച്ചിട്ട് ഈ ഗവൺമെൻറ് അന്വേഷിച്ചു? പിണറായി വിജയൻ്റെ എന്തെങ്കിലും അഴിമതിയെക്കുറിച്ച് ഈ ഗവൺമെൻറ് അന്വേഷിച്ചു? പിണറായി വിജയൻ്റെ എന്തെങ്കിലും ധൂർത്തിനെ കുറിച്ചിട്ട് ഈ ഗവൺമെൻറ് അന്വേഷിച്ചു? ഒന്നും ചെയ്തിട്ടില്ല. പിണറായി വിജയൻ തൊട്ടിട്ടില്ല. പിണറായി വിജയൻ പരിണിത പ്രജ്ഞൻ എന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ പറഞ്ഞത്. അതിപ്പം ഏതാണ്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില ചക്കളത്തി പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പിണറായി വിജയനും കൂട്ടാളികൾക്കും ഒരു ചെറിയ പോറൽ പോലും ഈ UDF സർക്കാർ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ വിഷയം യഥാർത്ഥത്തിൽ അതല്ല. അത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പല വീഡിയോകളിൽ എനിക്ക് പറയാനുണ്ട്. അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ പറയുന്നത് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സുഹൃത്തുക്കളെ, ഞാൻ ആമുഖമായി തന്നെ പറയട്ടെ. ഇപ്പോൾ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നിട്ടുള്ള ഈ ആരോപണം ഉണ്ടല്ലോ, ഈ ആരോപണം എന്ന് പറയുന്നത് ലഹരി കച്ചവടക്കാരനുമായിട്ടുള്ള ബന്ധം, ലഹരി മാഫിയയിൽ കേരള മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. പുതിയ യാത്ര 7 ജില്ലകളിലും ഒപ്പമുണ്ടായിരുന്ന ആളെയാണ് ഇപ്പോൾ ലഹരി കച്ചവടം നടത്തി എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വി.ഡി. സതീശൻ്റെ കൂടെ പുതിയ യാത്രയിൽ അയാൾ പങ്കെടുത്തു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ലഹരി കച്ചവടം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അതുപോലെ തന്നെ ഇയാൾ നടത്തിയ വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അന്വേഷണങ്ങൾ വേണം. അപ്പോൾ അതുപോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഈ ലഹരി കച്ചവടക്കാരനുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി CPMും അവരുടെ യുവജന സംഘടനകളും ഒരു മരംവെട്ടുകാരുടെ ചാനലൊക്കെ വലിയ ശ്രമങ്ങൾ നടന്നു. ഞാൻ അതിനോടൊന്നും ഒരു ഇഞ്ച് പോലും ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ എൻ്റെ മുമ്പിൽ തെളിവുകളില്ല. അതുകൊണ്ട് സതീശൻ ഇതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണെന്നും പറഞ്ഞിട്ടുള്ള നിലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രചരണങ്ങളൊന്നും ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ നമ്മുടെ മുമ്പിൽ യാതൊരു തെളിവുകളും. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ ഒരു തെളിവുകളില്ല എന്ന് പറയുമ്പോഴും ഇയാൾ ഇതിൻ്റെ ഭാഗമാണ്, മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വി.ഡി. സതീശൻ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതങ്ങനെയൊന്നുമില്ല എന്ന് പരിപൂർണമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി താനൊരു പരിശുദ്ധനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വവും വി.ഡി. സതീശനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാൾ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനല്ല, ഒരിക്കലും ഞാൻ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നില്ല. അയാൾ ഇതിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ വിഷയത്തോടുള്ള വി.ഡി. സതീശൻ്റെ സമീപനവും പ്രതികരണവും ഞാൻ വിചാരിച്ച രീതിയിൽ എത്തിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: MDMA സംഘം പോലീസ് പരിശോധന മറികടന്നത് രാഷ്ട്രീയ ബന്ധം പറഞ്ഞ്. മനോരമയിൽ വന്ന വാർത്തയാണ്. ചന്ദേര, കാസർഗോഡ്. തനിക്ക് സോഷ്യൽ മീഡിയ ടീം ഇല്ലെന്നും ലഹരി വസ്തുവുമായി പിടിയിലായ ലഹരി വസ്തുവുമായി പിടിയിലായ ആൾ
അതിനാൽ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ തനിക്ക് സോഷ്യൽ മീഡിയ ടീം ഇല്ലെന്നും ലഹരി വസ്തുവുമായി പിടിയിലായ ആൾ അതിനാൽ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കെ, കാരണം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞല്ലോ. പിടിയിലായ സംഘം പോലീസ് പരിശോധന ഒഴിവാക്കിയത് രാഷ്ട്രീയ ബന്ധം പറഞ്ഞെന്ന് വിവരം. മുഖ്യമന്ത്രി ഇങ്ങനെ വ്യക്തമാക്കിയെങ്കിലും ഈ പിടിയിലായവരെ രാഷ്ട്രീയ ബന്ധം പറഞ്ഞാണ് പരിശോധന ഒഴിവാക്കിയത്. കാസർഗോഡ് കണ്ണൂർ അതിർത്തിയായ കാലിക്കടവിൽ 140 ഗ്രാം MDMA-യുമായി പിടിയിലായ സംഘം വഴിയിലെ പോലീസ് പരിശോധനകൾ ഒഴിവാക്കി എറണാകുളത്ത് നിന്നാണ് അവിടെ വരെ എത്തിയത്. അപ്പോൾ അവരുടെ കയ്യിൽ ഇയാളുടെ കയ്യിൽ 140 ഗ്രാം MDMA ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തം. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വിതരണത്തിന് ശേഷം കാസർഗോഡത്തെ ഏജന്റുമാർക്ക് MDMA എത്തിക്കാൻ പോകുമ്പോഴാണ് സംഘം കുടുങ്ങിയത്. വഴിയിൽ പലയിടത്തും പോലീസ് പരിശോധനയ്ക്കായി ഈ വാഹനം തടഞ്ഞിരുന്നു. ഈ സമയം പ്രതികളിൽ ഒരാളായ KH മുഹമ്മദ് ഹുസൈൻ പുറത്തിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് തൻ്റെ രാഷ്ട്രീയ ബന്ധം പറഞ്ഞ് പരിചയപ്പെടുത്തുകയായിരുന്നു. ഇവിടെയെല്ലാം പോലീസ് പരിശോധന ഒഴിവാക്കി വാഹനം പറഞ്ഞു വിടുകയും ചെയ്തു. എന്നാൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തെ തുടർന്ന് സംഘത്തെ കാലിക്കടവിൽ വെച്ച് പിടികൂടുകയായിരുന്നു. പിടിയിലായ 4 പേരിൽ ഒരാളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ KH മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ പരിചയപ്പെടുത്തിയിരുന്നു. ചന്ദേര പോലീസ് പെരുമ്പാവൂർ പോലീസിൻ്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്ത അറക്കപ്പടി സ്വദേശി സൈനുൽ അബിദീൻ രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണിയാണെന്ന് പോലീസ് പറയുന്നു. സൈനുൽ അബിദിൽ നിന്നാണ് കാലിക്കടവിൽ പിടിയിലായ സംഘം MDMA വാങ്ങിയത്. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നും കാഞ്ഞങ്ങാട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു. എറണാകുളം പെരുമ്പാവൂർ അറക്കപ്പടി പുളിയന്തോട്ടം വെസ്റ്റ് ബംഗാൾ സ്വദേശി അബ്ദുൾ സലാം, അറക്കപ്പടി പൂമാല കരുവുള്ളി ഹൗസിൽ മുഹമ്മദ് ഹുസൈൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സുഹൃത്തുക്കൾ, ഇതിൽ നിന്ന് വരുന്നൊരു വിവരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പിടിക്കപ്പെട്ടവർ MDMA കച്ചവടം നടത്തിയിരുന്നവരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. രണ്ടാമത്തെ വിവരം എന്താ? ഇവർ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്നാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ പ്രശ്നം എന്താ? ഇവരെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ബന്ധം പറഞ്ഞാണ് ഇവർ രക്ഷപ്പെട്ടത്. ഈ 3 കാരണങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് ഞാൻ പറയാൻ ആളല്ല, അങ്ങനെ പറയാനും നമുക്ക് കഴിയില്ല. പക്ഷേ ഇതിൽ 1-2 പേർക്കെങ്കിലും മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ തന്നെ അവരുമായിട്ട് തനിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഇവരുമായിട്ട് തനിക്കുള്ള ബന്ധം രഹസ്യമാക്കി വെക്കുന്നില്ല. ഇവർ ലഹരിക്കച്ചവടം നടത്തിയിരുന്നവരാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇയാളുടെ വീട്ടിൽ മുഖ്യമന്ത്രി പോയിട്ടുണ്ട് എന്നുള്ള വസ്തുത മുഖ്യമന്ത്രി ഉൾപ്പെടെ സമ്മതിക്കുന്നുണ്ട്. ഇയാൾ മുഖ്യമന്ത്രിയോടൊപ്പം പുതിയ യാത്രയിൽ പങ്കെടുത്തിരുന്നതാണ് എന്നുള്ള കാര്യം വസ്തുതയാണ്. 5-6 ജില്ലകളിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇത്രയും വസ്തുതകൾ വരുമ്പോൾ ഒരല്പം പുകമുറ അതിനകത്ത് സൃഷ്ടിക്കപ്പെടുന്നില്ല സുഹൃത്തുക്കളെ? അപ്പോൾ സ്വാഭാവികമായി അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. മുഖ്യമന്ത്രി എന്തായിരുന്നു ശരിക്കും പറയേണ്ടിയിരുന്നത്? എനിക്ക് പരിചയമുണ്ട്. അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ലഹരി കച്ചവടം നടത്തുന്നവരാണ് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവരും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം പരിശോധിക്കട്ടെ പോലീസ്. ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ടെലിഫോൺ വേണമെങ്കിൽ ഈ പോലീസ് പരിശോധിക്കട്ടെ. എൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കട്ടെ. എനിക്കിവരുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇഴകീറി പോലീസ് പരിശോധിച്ചോട്ടെ. എനിക്കതിനകത്ത് യാതൊരു വിരോധവുമില്ല, അതിനെനിക്ക് യാതൊരു തടസ്സവുമില്ല എന്നായിരുന്നില്ലേ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിക്കേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെ പ്രതികരിച്ചോ? അങ്ങനെ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, ഒരല്പം പ്രതിരോധത്തിൽ പോയതുപോലെയാണ് VD സതീശൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഇവരുടെ വാർത്ത പുകഴ്ത്തി മാറ്റി എന്നുള്ളത് സംബന്ധിച്ച് അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. അത് നേരത്തെ ഉണ്ടായിരുന്നൊരു നിലപാടല്ല ഇപ്പോൾ എനിക്കുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ല വാർത്തകൾ നീക്കിയത് എന്നൊക്കെയുള്ള വാർത്തകളാണ്. ഒരു പക്ഷേ അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ
ഈ വ്യക്തികളുമായി ദുരൂഹ പശ്ചാത്തലമുള്ള ഈ ലഹരി കച്ചവടത്തിൽ പങ്കാളികളായിരുന്ന ആണെന്ന് ഇപ്പം തെളിഞ്ഞിട്ടുള്ള ഈ വ്യക്തികളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ ബന്ധമില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരുമായി ബന്ധമുണ്ട് എന്ന് അതിനർത്ഥമുണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ വിഷയത്തിൽ വി ഡി സതീശൻ പ്രതികരിക്കുമായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചതുപോലെ വി ഡി സതീശൻ പ്രതികരിച്ചില്ല എന്നുള്ളത് ഒരു ന്യൂനതയായി കിടക്കുകയാണ് എന്നാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്.